വിസ്മയുടെ സഹോദരൻ ചേരുന്നുണ്ട്. ശിവീത്തത, ഇവിടെ ആത്മഹത്യാ പ്രേരണാകുറ്റം നിലനിൽക്കില്ലെന്നായിരുന്നു കിരൺകുമാറിന്റെ പ്രധാന വാദം. ആ വാദത്തിന് കിട്ടുന്ന അംഗീകാരമായി സുപ്രീം കോടതിയിലെ ഈ ശിക്ഷാവിധി മരവിപ്പിക്കലെ നിങ്ങൾ കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ ശിക്ഷ ശരിവെച്ച ഒരു കേസിലാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ മാക്സിമം ഞങ്ങള് ഗവൺമെന്റിനെ സമീപിക്കുകയും കഴിയുന്ന പരമാവധി പോവുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനം വളരെ വേദനിപ്പിക്കുന്നതാണ്. കാരണം ഒരുപാട് പേര് ഈ ഒരു കേസിന് ശേഷം ഒരുപാട് സമൂഹത്തിൽ മാറ്റങ്ങളും ഉണ്ടായ ഒരു കേസാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചത്. അപ്പോ ഇതിനു മേളിലും അവിടെ പോകുമ്പോഴും ഇതേപോലെ പല ആൾക്കാർക്ക് ഇപ്പോ എന്താ പറയാ, നമ്മുടെ ഇരയ്ക്കെന്നും നീ നിഷേധിക്കുന്ന ഒരു ഭരണഘടനയെ നമ്മുടെ ഒരു നിയമം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെനിക്കൊരു ഷോക്കല്ല. കാരണം ഇത് ഞാൻ സുപ്രീം കോടതി പോകുമ്പോൾ അവർക്കിതൊരു കേസല്ല, മനസ്സിലായില്ലേ? അവര് ആ പറയുന്ന വക്കീൽ വെച്ച പല ജഡ്ജ്മെന്റിലും അവർ പറയുന്ന ഇതൊരു, അതായത് ആർക്കും ആരെയും കൊല്ലാം അല്ലെ ആർക്കും ആരെ മേലിലും ഈ ഒരു കുറ്റം ചുമത്തി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ ആർക്കും ഈ വളരെ ഈസി ആയിട്ട് വെളി വരാന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇപ്പൊ ഈ പറഞ്ഞ സുപ്രീം കോടതി വിധി കൊണ്ട് സ്ഥാപിക്കുന്നത്. ഇത്രയും വലിയ രാജ്യമായ ഇന്ത്യയിൽ ഇതേപോലത്തെ അവർക്കൊരു കേസിൽ ഈ ഇത്രയും വലിയ തെളിവും ഇത്രയും വലിയ സാക്ഷിമൊഴികളും എല്ലാം ഉള്ള കേസിലാണ് സുപ്രീം കോടതി ഈ ഒരു വിധി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കഴിവിന്റെ പരമാവധി ഞങ്ങൾ ഇതിന് എന്താണ് നിയമസഹായം സാധ്യമാവുക എന്ന് ഞങ്ങൾ ട്രൈ ചെയ്യും. അവസാനം വരെ ഞങ്ങൾ നോക്കും. കാരണം നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ്, വേറെ ആർക്കുമല്ല. ഇപ്പൊ ഞാൻ വിജിത്ത് ഇതൊക്കെ പറയുമ്പോഴും അതിൽ ഇപ്പോൾ വിജിത്ത് പറയുന്നതിൽ നിങ്ങളുടെ ഒരു വൈകാരികതയുടെ എലമെന്റ് കൂടി ഉണ്ട്. ഓഫ്കോഴ്സ് അംഗീകരിക്കുന്നു. പക്ഷേ കോടതിക്ക് മുന്നിൽ തെളിവുകൾ പ്രധാനമാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള വൈകാരികത അവിടെ നിലനിൽക്കുന്നതല്ല. ഇവിടെ വിസ്മയുടെ ആത്മഹത്യയിൽ തന്നെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകളില്ല. ഇപ്പോൾ കിരൺകുമാറിന്റെ വക്കീൽ മോശക്കാരൻ വക്കീലല്ല. സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ആസ്തി പണമടക്കം അവർക്കുണ്ട്. ഒരു നിമിഷം സാർ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയും അതേപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റും അതൊരു തെറ്റാണെന്നല്ലേ അവിടെ തെളിയിക്കുന്നത്. ഈ രണ്ട് കോടതിയും ശിക്ഷിച്ച ഒരു പ്രതിയെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അല്ലെങ്കിൽ മരവിപ്പിക്കുക എന്നൊരു സവിശേഷം ഉണ്ടാകുമ്പോൾ അവിടെ ഇപ്പൊ തെളിവ് ഇല്ലാത്തത് കൊണ്ടാണോ ഈ പറഞ്ഞ പ്രതിയെ കിരൺകുമാറിന്റെ ശിക്ഷ ശരിവെച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി? ഒരിക്കലുമല്ല. അവിടെ വ്യക്തമായ തെളിവും വ്യക്തമായ സാക്ഷിമൊഴികളും വ്യക്തമായ ഡിജിറ്റൽ തെളിവും എല്ലാത്തിന്റെയും പേരിലാണ് ഒരു പ്രതിയെ ശിക്ഷ അല്ലെങ്കിൽ കുറ്റക്കാരന് ബഹുമാനപ്പെട്ട കോടതി വിധിക്കുന്നത്. ഒരിക്കലും ഒരു നിരപരാധി ഒരിക്കലും ഒരു കോടതി ശിക്ഷിക്കില്ല. അത് ഫസ്റ്റ് ക്ലാസ് കോടതി, ജില്ലാ കോടതി ആയാലും അതിനുശേഷം ബഹുമാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോടതിയായ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ ശരിവെച്ചൊരു കേസാണിത്. അപ്പൊ എങ്ങനെയാണ് ഈ പറയുന്ന തെളിവിന്റെ അഭാവം അല്ലെങ്കിൽ സാക്ഷിമൊഴിയുടെ അഭാവം അല്ലെങ്കിൽ ഡിജിറ്റൽ എവിഡൻസ് ഒരു തെളിവല്ല നിരപരാധിയാന്ന് പുള്ളിക്ക് സ്ഥാപിക്കാൻ കഴിയുക? അല്ല വിജിത്ത്, ഇപ്പോൾ നിലവിൽ ഇയാൾ പരോളിലാണ്. 1 മാസത്തെ പരോളിൽ ആണ് ഇയാൾ പുറത്താണുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ശിക്ഷ മരവിപ്പിക്കുമ്പോൾ ഇനി ഇതിനടുത്ത ഈ പറയുന്ന നിയമത്തിൻ്റെ നൂലാമാലകൾ കടന്ന് ഇനി ഏതെങ്കിലും കാലത്ത് തിരിച്ച് ബാക്ക് ടു ആ ശിക്ഷാവിധിയിലേക്ക് വരും വരെ എന്താണ് ഇപ്പോൾ തിരികെ മോചിപ്പിക്കപ്പെടുന്നു കിരൺകുമാർ എന്ന് പറയാം. തിരികെ ജോലിയിലേക്ക് കയറാനുള്ള ഓപ്പറേഷനൊക്കെ ഇപ്പോൾ തന്നെ കിരൺകുമാർ തുടങ്ങിയിട്ടുമുണ്ടാവണം. അയാൾക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ വലിയ ഭീകരമായ സ്ത്രീധനമൊക്കെ ചോദിച്ചു വാങ്ങുന്നത്. അദ്ദേഹം തിരിച്ച് പരോൾ കഴിഞ്ഞിരുന്നു. അതെ പരോൾ കഴിഞ്ഞ ശേഷം ഇപ്പൊ പുള്ളി നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ ജയിലിൽ തന്നെയാണ്. അതാണ് എന്റെ അവസാനത്തെ വിവരം. അത് തന്നെയാണ്. അല്ല ഞാൻ പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞാലും ശിക്ഷാവിധി മരവിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ പുറത്തേക്ക് വാതിൽ തുറക്കും. വിജിത്ത്, കുടുംബം എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ മുന്നോട്ടുള്ള നിയമ പോരാട്ടം എങ്ങനെയാവും? തീർച്ചയായിട്ടും സാർ, ഞാൻ നിയമത്തിന്റെ പരമാവധി എന്നെ കൊണ്ട് കഴിയുന്ന, കാരണം പറയാലോ സാർ, ഇപ്പോ നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ. ഞാനിപ്പോ എന്റെ ഒരു പെങ്ങളുടെ ഒരു പ്രശ്നം വന്നപ്പോ എന്തുമാത്രം ഞാൻ പറഞ്ഞ സാമ്പത്തികമായിട്ട് എന്തുമാത്രം ഞാൻ ഈ ഒരു കേസിന് വേണ്ടി പോരാടുന്നത് എനിക്ക് ആർക്കും വെളിയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രത്തോളം ഞാൻ പോരാടി. അപ്പൊ ഇനിയും അവസാനം ഞാൻ ഈ വെളിയിൽ ഈ വണ്ണ് തെണ്ടുന്ന കാലത്തോളം ഞാൻ പോരാടും. അതിപ്പോ അവസാനം ശ്വാസം വരെ ആയാലും ഞാൻ പോരാടും. കാരണം അത് മാത്രമേ എനിക്ക് എന്റെ സഹോദരിക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് എന്റെ പെങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുള്ളൂ. അത് അവസാന ശ്വാസം വരെയും ഞാൻ പോരാടും. അത് എത്രത്തോളം സുപ്രീം കോടതി വെറുതെ വിട്ടാൽ ദൈവത്തിന്റെ കോടതി ഉണ്ട് സാർ. ദൈവത്തിന്റെ കോടതിയിൽ അവന് എന്തായാലും ഒരു ശിക്ഷ ദൈവമായിട്ട് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സാർ. ഓക്കെ, എന്തായാലും നിങ്ങൾ നിയമപോരാട്ടം തുടരും വിജിത്ത്. താങ്ക് യു. സലിമാൽ കുടിച്ചിരുന്നു. സലിമ, സത്യം പറഞ്ഞാൽ നിസ്സഹായതയുടെ നെല്ലിപ്പടിക്കൽ നിൽക്കുമ്പോൾ വരുന്ന വാക്കുകളാണ് വിജിത്തിന്റെ വാക്കുകൾ.
ദൈവത്തിൻ്റെ കോടതിയിലുണ്ട്, ആ കോടതിയിൽ ശിക്ഷ കിട്ടും എന്നൊരാൾക്ക് നമ്മൾ ചരിത്രത്തിൽ ഇന്നോണം ദൈവത്തിൻ്റെ കോടതിയിൽ അഭയം പ്രാപിച്ച മനുഷ്യന്മാരെയൊക്കെ നോക്കിയാൽ അങ്ങേയറ്റം നിസ്സഹായരായി, അങ്ങേയറ്റം നീതി നിഷേധത്തോട് നേർക്കുനേർ പൊരുതാൻ കഴിവില്ലാത്ത മനുഷ്യരുടെ ഏറ്റവും നിരാലംബമായ വാക്കുകളാണ് ദൈവത്തിൻ്റെ കോടതി. കോട്ടയം സലീം, ഇത് കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചൊരു കേസാണ്. സലീം, ഇത് ഏത് രീതിയിലാണ് വീട്ടകങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾ എത്രത്തോളം പീഡനത്തിനിരയാകുന്നു, എന്തുകൊണ്ട് പീഡനം ഉണ്ടാകുമ്പോഴേക്കും ഗുഡ് ബൈ പറഞ്ഞ് ഭർത്തൃ വീട്ടിൽ നിന്ന് ഇറങ്ങി വരണം എന്നൊക്കെയുള്ള വലിയ ചർച്ചകളുണ്ടായൊരു കേസാണ്. അതിൽ ശിക്ഷാവിധി മരവിപ്പിക്കപ്പെട്ട് കിരൺകുമാർ പുറത്തേക്ക് പോകുമ്പോൾ ആ വീടിൻ്റെ ഒരു വികാരം എന്താണ് സലീം? ഹാഷ്മി, ആ വീട്ടുകാരെ വളരെ അടുത്ത ബന്ധം ഉള്ള ആളാണ് ഞാൻ. കാരണം ആ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആദ്യ ദിവസം മുതൽ തന്നെ ആ വീട്ടുകാരുമായി നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം വളരെ കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഈ വിസ്മയുടെ പിതാവ് വിക്രമൻ നായർ എന്നെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പല കാര്യങ്ങളിൽ അദ്ദേഹം ഞാനുമായി സംസാരിക്കാറുണ്ട്. അത്രയും അടുത്ത ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നടത്തിയ നിയമ പോരാട്ടങ്ങളെക്കുറിച്ച്, അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് അത് വിസ്മയ്ക്ക്, തൻ്റെ മകൾക്ക്, തൻ്റെ കുടുംബത്തിലൊരാൾക്ക് സംഭവിച്ച ദുരന്തം അത് മറ്റൊരു കുടുംബത്തിലും ഇനി സംഭവിക്കരുത് എന്ന ഉറച്ച ലക്ഷ്യത്തോടു കൂടി പൊരുതാനിറങ്ങിയ ഒരു പിതാവിനെ എനിക്കറിയാം. അതുപോലെ തന്നെ ആ നിലയിൽ തന്നെ പൊരുതാനിറങ്ങിയ ഒരു സഹോദരനെയും എനിക്കറിയാം. അതുകൊണ്ട് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഈ വിധി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇവർ സാധാരണഗതിയിൽ മകൾ ആത്മഹത്യ ചെയ്താൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും അതിനുശേഷം ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവർ പലപ്പോഴും സംസാരിക്കുമ്പോഴുൾപ്പെടെ തൻ്റെ മകൾക്ക് സംഭവിച്ചത് സംഭവിച്ചു, പക്ഷേ ഇനി ഒരാൾക്കും, ഒരു പെൺകുട്ടിക്കും ഈ ഗതി ഉണ്ടാകരുത് എന്ന നിലയിൽ തന്നെ ഒരു നിയമ പോരാട്ടം നടത്തിയതാണ്. അതിൻ്റെ നാൾവഴികളിലൊക്കെ തന്നെയും ആ പോരാട്ടം അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം 2021 ജൂൺ 21 ഭർതൃഗൃഹത്തിൽ വെച്ച് വിസ്മയ എന്ന പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായത് ചില വാട്സാപ്പ് ചാറ്റുകളാണ്. ഈ വിസ്മയ കൂട്ടുകാരിക്കും ബന്ധുക്കൾക്കും അയച്ച ചില വാട്സാപ്പ് ചാറ്റുകളിലൂടെയാണ് കൊടും ക്രൂരതയുടെ ചുരുളുകൾ അഴിയുന്നത്. അതിനുശേഷം സമാനതകളില്ലാത്ത പീഡനമായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായ പ്രതി കിരൺകുമാർ വിസ്മയയ്ക്ക് നേരെ നടത്തിയത് എന്നുള്ളത് ഓരോന്നോരോന്നായി അക്കമിട്ട് പുറത്തു വന്നിരുന്നു. ചില CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു, ചില വാട്സാപ്പ് ചാറ്റുകൾ, ചില വോയിസുകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം സ്വന്തം വീട്ടുകാരുടെയും അയൽവാസികളുടെയും മുൻപിലിട്ട് വരെ വിസ്മയെ ക്രൂരമായി മർദ്ദിച്ച ഒരു ഭർത്താവിനെ, അതും സ്ത്രീധന പീഡനത്തെ ചൊല്ലിയുള്ള ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയതാണ്. അതിന് പിന്നാലെയുള്ള നിയമ നടപടികളിലാണ് ഇപ്പോൾ വലിയൊരു നിരാശ ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി.